ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ സഭ സാഘോഷം കൊണ്ടാടുകയാണല്ലോ. ഈ സുദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനത്തെ നാം വിശേഷിക്കുക അമലോത്ഭവ ജനനമെന്നുള്ളതാണ്, അഥവാ പ്രസാദപരപൂരിതമായ ജനനം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രസാദപരപൂരിതമായ ഒരു ജനനം ഉണ്ടായത്? യാക്കോബിൻ്റെ സുവിശേഷമെന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് പോലെ പരിശുദ്ധയും നിർമ്മലരുമായിരുന്ന ജോവാക്കിം അന്ന ദമ്പതികളുടെ മകളായിട്ടാണ് പരിശുദ്ധ കന്യക പിറന്നു വീഴുന്നത്. വാർദ്ധക്യത്തിലെത്തിയ ജോവാക്കിം അന്നായും നന്നായി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന അനുഗ്രഹദായികയായ കൃപാവരപൂരിതയായ ഒരു മകളെ അവർക്ക് സമ്മാനിച്ചു. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പുണ്യവും മക്കളിലേക്ക് അനുഗ്രഹവും പുണ്യവുമായി വളരും എന്നുള്ളതിൻ്റെ ഉത്തമമായ സാക്ഷ്യം. അതുപോലെ തന്നെ നാം പുണ്യപൂർണരാണെങ്കിൽ നമ്മുമായി ബന്ധപ്പെടുന്നവരും പുണ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ കന്യകാമറിയം ഏലീശോ അമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവളുടെ സാന്നിധ്യം വഴിയായി ഏലീശോ അമ്മയും ഉദരശിശുവും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഈശോയുടെ ഉത്ഥാനശേഷം പരിശുദ്ധ കന്യക അപ്പോസ്തലന്മാരെ ഒരുമിച്ച് ചേർത്തപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന വഴിയായിട്ട് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെട്ടു. ആ കുടുംബത്തിന് ദുഃഖം മാറി സന്തോഷമുണ്ടായി. നമ്മിലെ ഓരോരുത്തരിലെയും കൃപയും നന്മയും പ്രാർത്ഥനയുമൊക്കെ മറ്റുള്ളവരിലേക്ക് വഴിഞ്ഞൊഴുകും എന്നുള്ളതിൻ്റെ ഉത്തമമായ സാക്ഷ്യമാണ് പരിശുദ്ധ കന്യകയുടെ ജീവിതം. വളരെ പ്രസിദ്ധമായിട്ടുള്ള വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ ദ ബിഷപ്പ് കാൻഡിൽ സ്റ്റിക്സ് എന്ന ഒരു കഥ ഏവർക്കും അറിവുള്ളതാണല്ലോ. ജയിൽ വിമോചിതനായ ജീൻ വാൽജിൻ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് വിശന്ന് ദാഹിച്ചുകൊണ്ട് മെത്രാൻ്റെ അരമനയിലേക്ക് വരുമ്പോൾ മെത്രാൻ അവന് വേണ്ട ഭക്ഷണം നൽകുന്നു. അന്ന് വിശ്രമിക്കുവാനുള്ള കട്ടിലും കിടക്കയുമൊക്കെ അവന് വേണ്ടി ഒരുക്കുന്നു. എന്നാൽ രാത്രിയുടെ മധ്യാഹ്നത്തിൽ അവൻ്റെ ഉള്ളിലെ പൈശാചികത ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അവൻ ചിന്തിക്കുന്നു, എൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനായിട്ടുള്ള പണം സമ്പാദിക്കുവാൻ ഈ ബിഷപ്പിൻ്റെ അരമനയിലെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ എനിക്ക് സാധിക്കും എന്ന്. രാത്രിയുടെ അന്ധകാരത്തിൽ ബിഷപ്പിൻ്റെ ഭവനത്തിലെ വെള്ളിപ്പാത്രങ്ങളുമായി കടന്നു കളയുന്ന അവൻ വീണ്ടും പോലീസുകാരുടെ കയ്യിൽപ്പെട്ടു. അനുകമ്പ തോന്നിയ പോലീസുകാർ ബിഷപ്പ് ഇവനോട് ക്ഷമിക്കുകയാണെങ്കിൽ ഇവനെ മോചിപ്പിക്കാമല്ലോ എന്നുള്ള ധാരണയോടുകൂടെ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ബിഷപ്പിന് കാര്യം മനസ്സിലായി. എന്നാൽ പ്രതികരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ബിഷപ്പ് പോലീസുകാരോടും അവനോടുമായി പറഞ്ഞത്, ജീൻ വാൽജിൻ, നീ എന്തുകൊണ്ടാണ് ഞാൻ നൽകിയ മെഴുകുതിരിക്കാലുകളിൽ ഒന്ന് എടുക്കാതെ കടന്നുപോയത് എന്നുള്ളതാണ്. ഈ വാക്കുകൾ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ ജീൻ വാൽജിൻ്റെ കണ്ണുകൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന ഒരു രീതിയിലേക്ക് മാറി. അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങിപ്പോയി. നമ്മിലെ നന്മകൾ മറ്റുള്ളവരിലേക്ക് നന്മയായിത്തീരുന്നു. പലപ്പോഴും പല കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുവാനിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റവും അപരാധവും പറയും. ഭർത്താവ് ഭാര്യയുടെ അപരാധങ്ങൾ ചൂണ്ടിക്കാണിക്കും.
മാതാപിതാക്കൾ മക്കളെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തും. മക്കളാകട്ടെ മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചും അപരാധങ്ങൾ പറയും. ഇവിടെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 7-ാം അധ്യായം 14-ാം തിരുവചനം നാം അനുസ്മരിക്കേണ്ടത്. ഭർത്താവ് തൻ്റെ വിശ്വാസ ജീവിതം വഴിയായി ഭാര്യയുടെ വിശ്വാസക്കുറവുകളെ പരിഹരിക്കട്ടെ എന്ന്. ഭാര്യ തൻ്റെ വിശ്വാസ ജീവിത വഴിയായിട്ട് ഭർത്താവിൻ്റെ വിശ്വാസക്കുറവുകളെ പരിഹരിക്കട്ടെ എന്ന്. മാതാപിതാക്കൾ അവരുടെ വിശ്വാസം വഴിയായി മക്കളുടെ ജീവിതം സന്തോഷവും അനുഗ്രഹദായകവുമാക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നന്മ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ നന്മപൂരിതരാക്കുക, അതാണ് നന്മ നിറഞ്ഞ മറിയം നമ്മെ പഠിപ്പിക്കുന്നത്. ഏവർക്കും മാതാവിൻ്റെ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു.